ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സെറ്റിന്റെ റിസൾട്ട് ഇത്രയും വൈകുന്നതെന്ന് അല്ലെ? നമ്മളൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഴുതിയൊരു എക്സാമാണ് സെറ്റ് എക്സാം അല്ലെ? നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് സെറ്റ് എക്സാമിനെ പറ്റി. അതായത് സെറ്റ് എക്സാമിന്റെ ആൻസർ കീ വന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് അനാലിസിസ് ചെയ്തതാണ്. എന്നിട്ട് അതിൽ ഒരുപാട് പേർക്ക് സെറ്റ് കിട്ടി നമ്മൾ ഉറപ്പിച്ചതാണ്. പക്ഷെ അതിലും ബോർഡറിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സെറ്റ് നേടുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, മറിച്ച് അവർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടായിരിക്കാം? അതായത് ഫൈനൽ ആൻസർ കീ വന്നില്ല എന്നുകൊണ്ട് അല്ലെ? ഫൈനൽ ആൻസർ കീ വരുമ്പോഴാണ് അതായത് ഉണ്ടായ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് നമുക്ക് ഇനി എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം സെറ്റിന്റെ റിസൾട്ട് ഇത്രയും വൈകുന്നത്? അതായത് നമുക്കറിയാം LBS സെന്ററിൽ ഇത്തരത്തില് സെറ്റ് പരീക്ഷ കഴിഞ്ഞാൽ അവർ അധികം വൈകാതെ തന്നെ സാധാരണ നോർമൽ ആയിട്ടുള്ള ആൻസർ കീ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്കറിയാം നമ്മൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ചലഞ്ചിന്റെ കാര്യങ്ങൾ അല്ലെ? അപ്പൊ ചലഞ്ചുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളെ പേജിൽ ഒരുപാട് പോയതാണ്. ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയ അതായത് അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യനും അതേപോലെ ആൻസറും രണ്ടും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആൻസർ കീ ആയിട്ട് LBS സെന്ററിൽ ഇറക്കുന്നതാണ്. ആ ഇറക്കിയതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ സെറ്റിന് റിസൾട്ടും വരുന്നതാണ്. അപ്പൊ ഈ സെറ്റ് എക്സാം കഴിഞ്ഞ് ഇപ്പൊ ഏതാണ്ട് നമുക്കറിയാം ഒരു മാസം കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വൈകുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, സാധാരണഗതിയിൽ സെറ്റ് എക്സാം എഴുതിയ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് ഇത്തവണത്തെ സെറ്റ് എക്സാമിന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അല്ലെ? മിസ്റ്റേക്ക് സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പേപ്പർ കട്ടിങ് വെച്ച് നമ്മൾ എന്ത് ചെയ്താണ് വീഡിയോ ചെയ്തതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ചലഞ്ചിന്റെ ആൻസർ കിട്ടിയ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കൂടുതൽ എഫക്റ്റീവ് ആവുക, ഈ കാര്യങ്ങളെ വെച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. അപ്പൊ ഇത്തരത്തില് ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന് ചിലപ്പോൾ നമുക്കറിയാം സെറ്റ് ഹിന്ദിയെ സംബന്ധിച്ചിടത്തോളം പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ വിരലിലെണ്ണാൻ പറ്റാത്ത അത്രയും പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല പല സെറ്റിന്റെ പരീക്ഷയിൽ പല പല സബ്ജക്റ്റുകളിലും ഇതേപോലെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ വ്യത്യാസങ്ങൾ വന്നു. അതേപോലെ തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു, 4 ഓപ്ഷൻ ഉണ്ട്, ആ 4 ഓപ്ഷനിലും ആൻസർ വരാത്ത തരത്തിൽ അവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആൻസർ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഇത്തരത്തിലെ സെറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വന്നിട്ടുണ്ട്. സോ ഈ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് ആയിരിക്കണം നമ്മളെ പ്രൊഫഷണൽ ആൻസർ കീ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ കീ ഇറക്കേണ്ടത്. അപ്പൊ ആ ഒരു സമയമായിരിക്കാം ചിലപ്പോൾ എന്ത് വരുന്നത്, ഇത്രയും ലാഗായിട്ട് വരുന്നത്. നമുക്ക് ഉടൻ തന്നെ നമുക്ക് സെറ്റിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. സെറ്റിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്ന് പറയാൻ കാരണം അതായത് ഇത്രയും സമയമായതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇപ്പൊ നമുക്കറിയാം അവിടെ ഫൈനൽ ആൻസർ കീയുടെ പ്രിപ്പറേഷൻസും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അധികം വൈകാതെ മിനിമം ഒരു 2 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഫൈനൽ ആൻസർ കീ പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരും അതേപോലെ സെറ്റ് 1 മാർക്കിനും അല്ലെങ്കിൽ ചെറിയ മാർക്കിനും പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ? അവർക്കൊക്കെ ഈ ഫൈനൽ ആൻസർ കീ വരുന്നതോടുകൂടി സെറ്റ് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് സെറ്റിന് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറയുന്നത്, ഇത്തവണത്തെ സെറ്റ് എക്സാമിന് കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞില്ല, ശരിയായ രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമ്മൾക്കിടയിൽ ഉണ്ടാവും അല്ലെ? പക്ഷെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. സെറ്റ് എക്സാം അടുത്തത് നല്ല രീതിയിൽ വരുന്നുണ്ട് നമ്മളെ മുന്നിലേക്ക്. കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി അല്ലെങ്കിൽ കൃത്യമായ നമുക്ക് ഫോക്കസ് ഏരിയ അറിഞ്ഞ് ഒരുപാട് MCQs വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് അടുത്ത സെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത സെറ്റിനെ നിങ്ങൾക്ക് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് CC ആരംഭിച്ച പുതിയ ബാച്ചാണ് സെറ്റ് അസ്ത്ര 3.0. ഈ ഒരു പുതിയ ബാച്ച്, ഈ ഒരു ബാച്ചിന്റെ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫേസ് ടു ഫേസ് ലൈവ് ഇന്ററാക്ഷൻസ്, പേഴ്സണൽ മെന്റർഷിപ്പ്, PDF നോട്ട്, റെക്കോർഡ് ക്ലാസ് ആൻഡ് വീക്ക്ലി എക്സാം. ഇത്രയും അധികം ഫീച്ചേഴ്സോട് കൂടിയാണ് ഇത്തവണ സെറ്റ് അസ്ത്രയുടെ പുതിയ ടീം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പലതരത്തിലും ലൈവ് സെഷൻസും മറ്റും നമ്മൾ നടത്തുന്നുണ്ട്. അഥവാ ലൈവ് സെഷൻസ് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ആപ്പിൽ റെക്കോർഡായിട്ട് ആ സെഷൻ കിട്ടുന്നതാണ്. കൂടാതെ ഫേസ് ടു ഫേസ് ലൈവ് ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച ഏരിയയിൽ നിന്ന് ഉണ്ടാവുന്ന സംശയങ്ങളൊക്കെ അന്നേരം വിദഗ്ധരായ അധ്യാപകരുടെ മുഖാന്തരം തന്നെ നിങ്ങൾക്ക് അറിഞ്ഞു പഠിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ PDF ഫയൽ നോട്ട് കിട്ടും.
ആ PDF നോട്ടിന്റെ ഗുണം നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും പഠിക്കാം. നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴോ ട്രെയിനിൽ പോകുമ്പോഴോ ഇങ്ങനെ എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ കൃത്യമായി പഠിച്ചത് കൊണ്ട് കാര്യമില്ല, ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ആൻസർ എഴുതിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ കോൺഫിഡന്റ് വരുള്ളൂ. അപ്പൊ അതിനുവേണ്ടി വീക്ക്ലി എക്സാമുകൾ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഇത്തവണത്തെ സെറ്റ് അസ്ത്ര 3.0 ഞങ്ങൾ വരുന്നത്. അപ്പൊ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനും അല്ലെ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെറ്റ് ജനറൽ പേപ്പർ നമുക്കറിയാം, സബ്ജക്ട് പേപ്പർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ കൂടിയാണ് സെറ്റിന്റെ ജനറൽ പേപ്പർ. അപ്പോൾ ഈ ജനറൽ പേപ്പറിൽ കഴിഞ്ഞ സെറ്റ് അനുബന്ധിച്ച് ഈ ഒരു സെറ്റിലേക്ക് വന്ന മാറ്റങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, കൂടാതെ PG B.Ed ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അടുത്ത സെറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ഈ വരുന്ന 17-ാം തീയതി ഡേറ്റ് കൃത്യമായി എടുത്തു വെക്കുക. മാർച്ച് 17-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശരണ്യ മിസ് ഒരു ഫ്രീ വെബിനാറുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പൊ രജിസ്ട്രേഷൻ ഫ്രീ ആണ്. അപ്പൊ ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യുക. കാരണം രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നത്. കൂടാതെ മറ്റൊരു കാര്യം, നമുക്കറിയാം സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ വീണ്ടും ലേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അടുത്ത സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് മാർച്ച് മാസത്തിൽ ഒരുപാട് ഫ്രീ വെബിനാറോട് കൂടിയാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സെറ്റ് അസ്ത്ര 3.0 ടീം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നോക്കാം നമുക്ക്. ഈ വരുന്ന മാർച്ച് 13-ാം തീയതി വൈകിട്ട് 7 മണിക്ക് സെറ്റ് കൊമേഴ്സ് പരീക്ഷനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ വേണ്ടി വിഷ്ണു സാർ ഒരു ഫ്രീ വെബിനാറുമായി വരുന്നുണ്ട്. കൂടാതെ 17-ാം തീയതി ജനറൽ പേപ്പറുമായി സംബന്ധിച്ചെടുത്ത് ശരണ്യ മിസ് വരുന്നുണ്ട്. കൂടാതെ മാർച്ച് 20-ാം തീയതി ഇംഗ്ലീഷ് സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആൽഫിൻ സാർ വരുന്നുണ്ട്. കൂടാതെ മാർച്ച് 15-ാം തീയതി സെറ്റ് മാത്സ് പരീക്ഷയുമായി സംബന്ധിച്ച് സംസാരിക്കാൻ ദീപു സാറും വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വെബിനാറാണ് ഈ ഒരു മാർച്ച് മാസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങളുടെ സെറ്റ് ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വെബിനാറുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ദിവസം ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ആരും മടിച്ചു നിൽക്കണ്ട. കാരണം എന്താ, അടുത്തൊരു സെറ്റ് എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് വരുന്ന വർഷങ്ങളിൽ മികച്ച ഒരു ഹയർ സെക്കൻഡറി അധ്യാപകരായി തീരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ലൈവിന്റെ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇത്രയും ഫ്രീ വെബിനാറുകൾ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ പുതിയൊരു കോഴ്സാണ് സെറ്റ് അസ്ത്ര 3.0 എന്നുള്ള പുതിയ ബാച്ച്. നിങ്ങൾക്കറിയാം സെറ്റിന്റെ ഏതാണ്ട് എല്ലാ വിധത്തിലുള്ള സബ്ജക്റ്റുകൾക്കും ഇവിടെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ സബ്ജക്റ്റിനെ പറ്റിയും അതേപോലെ തന്നെ കോഴ്സിന്റെ സ്ട്രക്ചറിനെ പറ്റിയും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ കോഴ്സിൽ അറിയാനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ ഇപ്പോൾ തൽക്കാലം ബൈ. അത് കൂടാതെ സെറ്റുമായി സംബന്ധിച്ചിടത്തുള്ള പുതിയ ന്യൂസുകളും മറ്റു കാര്യങ്ങളും അറിയാൻ വേണ്ടി സെറ്റ് അസ്ത്രയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ അതുവരെ ബൈ.